മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ് കൽപ്പനയുടെയും ഉർവശിയുടെയും ഒക്കെ. കൽപ്പന, ഉർവശി, കലാരഞ്ജിനി ഇവരെല്ലാം തന്നെ സിനിമാ മേഖലയിൽ ശ്രദ്ധേയരായ നായികമാർ തന്നെയായിരുന്നു. ഇവർ ഓരോരുത്തർക്കും മലയാള സിനിമയിൽ അവരുടേതായ സ്വന്തം സ്ഥാനങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരുടെയും ഓരോ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവരുടെ കുടുംബത്തിലുണ്ടായ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. നടി ഉർവശിയുടെ സഹോദരന്റെ ഭാര്യയായിരുന്ന പ്രമീള ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കടുത്ത ദാരിദ്ര്യവും അസുഖവും എല്ലാമാണ് അവരെ ഈ ഒരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പ്രമീളയുടെ സഹോദരൻ ശുശീന്ദ്രനും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വില്ലുപുരത്താണ് ഇവർ താമസിക്കുന്നത്. ദിവസങ്ങളായി വീട് തുറക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ അയൽവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ രണ്ടുപേരും ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു. വീട് പരിശോധിച്ച പോലീസ് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. അതിൽ അന്തരിച്ച നടി കൽപ്പനയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നടി കൽപ്പനയാണ് പ്രമീളയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ മുൻപ് ചെയ്തിരുന്നത്. കൽപ്പനയുടെ വിയോഗത്തിന് ശേഷം പ്രമീള കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു. മരുന്ന് വാങ്ങാനും ഭക്ഷണത്തിനുമുള്ള പണം കണ്ടെത്താൻ പ്രയാസപ്പെട്ടു. കൽപ്പന ഇടയ്ക്കിടെ നൽകിയിരുന്ന പണമായിരുന്നു ഇവർക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത്. മറ്റാരും സഹായിക്കാനില്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് സഹോദരനുമായി പ്രമീള ആത്മഹത്യ ചെയ്തത്. 2 ദിവസമായി വീട് തുറന്നിരുന്നില്ല. വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നുവെന്ന് അയൽവാസികൾ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നത്. പോലീസ് എത്തി വീട് തുറന്നു പരിശോധിച്ചിരുന്നു. ഈ വേളയിൽ രണ്ടുപേരും ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു. മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. അതാണ് ദുർഗന്ധമുണ്ടാകാൻ കാരണമായി മാറിയത്. വീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ഇവരുടെ രണ്ടുപേരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ഇവർ ആ ഒരു കുറിപ്പിൽ അപേക്ഷ സഹിതം ഉണ്ടായിരുന്നു. എന്നാൽ ഭാവിയിൽ നിയമക്കുരുക്കിന് സാധ്യതയുള്ളതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ സ്ഥലത്ത് നിന്നും മാറ്റിയെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്.